നമ്മുടെ മുമ്പിലൊരു ജോമെട്രിയുടെ ക്വസ്റ്റൻ ആണുള്ളത്. ഇൻ ദ ഗിവൺ ഫിഗർ എ സർക്കിൾ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ട്രയാങ്കിൾ പി ക്യു ആർ സച്ച് ദാറ്റ് ഇറ്റ് ടച്ചസ് ദി സൈഡ് പി ക്യു ക്യു ആർ ആൻഡ് ആർ പി at points D, E, F respectively. If the length of the sides PQ equal to 15 cm, QR equal to 11 cm and RP equal to 13 cm, then find the length of PD എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് പി ക്യു ആർ. ആ ട്രയാങ്കിളിൻ്റെ അകത്ത് ഒരു സർക്കിൾ ഇൻസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ സൈഡ്സ് നമ്മുടെ അല്ലെങ്കിൽ സർക്കിളിൻ്റെ സർക്കംഫറൻസ് നമ്മുടെ ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡിലും ടച്ച് ചെയ്യുന്നുണ്ട്. ടച്ച് ചെയ്യുന്ന പോയിന്റ്സിനെ ഡി ഇ എഫ് എന്നാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ട്രയാങ്കിളിന്റെ 3 സൈഡും തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത് പി ഡി എന്ന് പറയുന്ന സൈഡ് നമ്മുടെ ഈ പി ആൻഡ് ഡി എന്ന് പറയുന്ന ഈ ഒരു സൈഡാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഇതാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്കിതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇതേ ഫിഗർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി നിങ്ങൾക്കറിയാം ഇവിടെ നമുക്ക് ഈ കൊടുത്തേക്കുന്ന പി എഫ് എന്ന് പറയുന്ന ഈ ഒരു ഒരു ലൈൻ അതെന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്തായിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്? ടാൻജന്റ് ആയിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ ജോമെട്രിയുടെ പ്രോപ്പർട്ടിയാണ് അതായത് ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് നമ്മൾ സർക്കിളിലേക്ക് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ നമ്മുടെ ഈ പി എഫും നമ്മുടെ ഈ പി ഡി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതാണ് നമ്മുടെ സർക്കിളിന്റെ കേസ്. നമ്മുടെ ഈ പറയുന്ന ജോമെട്രിയിൽ നമ്മുടെ സർക്കിൾ, ട്രയാങ്കിൾ അല്ലെങ്കിൽ സർക്കിൾ ആൻഡ് ആ ഒരു ടാൻജന്റ് പ്രോപ്പർട്ടിയാണ് അതെന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതേപോലെ ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആൻഡ് സിമിലർലി ഈ ഒരു സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഇതൊന്ന് ഹാൻഡിൽ ചെയ്ത് പോകാം. സോ ആദ്യം തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ അറിയാത്തൊരു സൈഡ് എന്ന് പറയുന്നത് പി ഡി ആണ്. സോ തൽക്കാലം നമുക്ക് പി ഡിനെ എച്ച് എന്ന് എടുക്കാം. നമുക്ക് അൺനോൺ വാല്യൂവിനെ എച്ച് എന്ന് എടുക്കാം. അപ്പോൾ ഇത് എച്ച് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു പി ക്യു എന്ന് പറയുന്ന ഈ ഒരു മൊത്തം സൈഡിനെ നമുക്ക് 15 സെന്റിമീറ്റർ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ പി ക്യു എന്ന് പറയുന്ന മൊത്തം സൈഡ് 15 സെന്റിമീറ്റർ ആണ്. അതിലെ പി ഡി നമ്മൾ എച്ച് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡി ക്യു എന്ന് പറയുന്ന സൈഡ് എത്ര ആയിരിക്കും? 15 എന്ന് എച്ച് കുറച്ചാൽ മതിയായിരിക്കും. ആ ഫുൾ സൈഡ് 15 ആണെങ്കിൽ നമ്മൾ ഇത്രയും പോർഷൻ എച്ച് ആണെങ്കിൽ ഇത് 15 മൈനസ് എച്ച് ആയിരിക്കും. ഇനി ഇത് 15 മൈനസ് എച്ച് ആണെങ്കിൽ നമ്മുടെ ഈ ക്യു ഇ എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് എന്ത് തന്നെ ആയിരിക്കും? 15 മൈനസ് എച്ച് ആയിരിക്കും. ബിക്കോസ് അത് രണ്ടും ഈക്വൽ ആണ്. ഇനി നമ്മൾ ഈ ആർ ഇ എന്ന് പറയുന്ന ഈ സൈഡിലേക്ക് വന്നാൽ നമുക്കറിയാം ഈ ആർ ക്യു എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് ക്യു ആർ എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 11 സെന്റിമീറ്റർ. അതിൽ ഈ ഒരു ക്യു ഇ എന്ന് പറയുന്നത് 15 മൈനസ് എച്ച് ആ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൈഡായ ആർ ഇ എന്ന് പറയുന്ന സൈഡ് എത്ര ആയിരിക്കും? മൊത്തം ആ ഒരു സൈഡ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് 11 ആണ്. 11ന് നമ്മൾ ഈ ഒരു ക്യു ഇ മൈനസ് ചെയ്യുവാണെങ്കിൽ ക്യു ഇ എന്ന് പറയുന്നത് 15 മൈനസ് എച്ച് ആണ്. സോ നമ്മൾ അതൊന്ന് മൈനസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എച്ച് മൈനസ് 4 എന്ന് വരും. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എച്ച് മൈനസ് 4 ആയിരിക്കും. ഇനി അത് എച്ച് മൈനസ് 4 ആണെങ്കിൽ നമ്മുടെ ഈ സൈഡും എന്ത് തന്നെ ആയിരിക്കും? എച്ച് മൈനസ് 4 ആയിരിക്കും. ബിക്കോസ് ആ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ആ രണ്ട് ടാൻജൻസ് ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി അഗെയിൻ സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് പി ആറിന്റെ വാല്യൂയും തന്നിട്ടുണ്ട്. പി ആറിന്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 13 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. സോ ഈ ഒരു സൈഡ് മൊത്തം 13 ആണ്. അതിലെ ഇത്രയും പോർഷൻ എച്ച് മൈനസ് 4 ആണെങ്കിൽ നമ്മുടെ ഈ പി എഫ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റ് എത്ര ആയിരിക്കും? നമ്മൾ ആ 13ൽ നിന്ന് നമ്മുടെ ഈ ഒരു എച്ച് മൈനസ് 4 മൈനസ് ചെയ്താൽ പോരെ? ഇപ്പോൾ എച്ച് മൈനസ് 4 നമ്മൾ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 13 മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും. സോ 13 പ്ലസ് 4 നമുക്കത് 17 എന്ന് വരും. 17 മൈനസ് എച്ച് എന്ന് വരും. സോ നമ്മുടെ ഈ പി എഫ് എന്ന് പറയുന്ന ഈ ഒരു സൈഡ് എത്ര കിട്ടും? 17 മൈനസ് എച്ച് എന്ന് കിട്ടും. ആൻഡ് ഇനി നമുക്കറിയാം ഈ പി എഫും അതുപോലെ തന്നെ പി ഡിയും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഇത് 17 മൈനസ് എച്ച് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മൾ അതിനെ തന്നെയാണ് എച്ച് എന്ന് എടുത്തേക്കുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ആക്ച്വലി എന്താ കിട്ടുന്നത്? 17 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ എത്ര ആയിട്ട് കിട്ടുന്നുണ്ട്? എച്ച് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് ഇവിടുത്തെ ഈ ഒരു വാല്യൂയും ഇവിടുത്തെ ഈ ഒരു വാല്യൂ എന്താണ്? സെയിം ആണ്. ഈ രണ്ട് ടാൻജൻസും ഈക്വൽ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് 17 ഈക്വൽ ടു മൈനസ് എച്ച് അപ്പുറത്ത് പോകുമ്പോൾ നമുക്ക് 2h എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എച്ചിന്റെ വാല്യൂ എത്ര കിട്ടും? 8.5 സെന്റിമീറ്റർ എന്ന് കിട്ടും. നോക്കിയാൽ നമ്മൾ ആ ട്രയാങ്കിളിൽ ഒന്ന് ചുറ്റി വന്നപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. സോ ഇതേപോലത്തെ ക്വസ്റ്റൻസ് വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. സെയിം പാറ്റേണിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു വാല്യൂസ് മാത്രം മാറും. ഫിഗർ ഓൾമോസ്റ്റ് സെയിം തന്നെ ആയിരിക്കും. സോ ഇതേപോലെ ക്വസ്റ്റൻസ് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റി വരുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ആൻസർ എടുക്കാൻ പറ്റും. ക്ലിയർ? ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡും അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു ജോമെട്രിയുടെ തന്നെ ആ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി നമ്മുടെ ആ സർക്കിളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ജോമെട്രിയിലെ ആ ഒരു സിമ്പിൾ പ്രോപ്പർട്ടി ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഒരു സർക്കിളിലേക്ക് തന്നെ രണ്ട് ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ ഒരേ പോയിന്റിൽ നിന്ന് രണ്ട് ടാൻജൻസ് വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് ടാൻജൻസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും.